നമസ്കാരം. ഇന്ന് സർവൈക്കൽ സ്പോണ്ടിലോസിസിനെ പറ്റിയാണ് പറയുന്നത്. കഴുത്തിലെ കശേരുക്കൾക്ക് ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് ഡിസീസാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ്. കശേരുക്കൾക്ക് ഇടയിൽ കാണുന്ന ഒരു കുഷൻ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഡിസ്ക്. ആ ഡിസ്കിൽ ഉണ്ടാകുന്ന തേയ്മാനമാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസിന് കാരണമാകുന്നത്. ഡിസ്കിൻ്റെ ജലാംശം നഷ്ടപ്പെടുക, ഡിസ്കിലെ വിള്ളലുകൾ വഴി അതിനുള്ളിലെ ജെല്ലി ഫ്ലൂയിഡ് പുറത്തേക്ക് തള്ളി വരിക, അതിനെ ഹെർണിയേഷൻ എന്ന് പറയും. അതുപോലെ ഓസ്റ്റിയോഫൈറ്റ്സ്, ചെറിയ എല്ലു വളർച്ചകൾ, സ്പൈനൽ ലിഗമെൻസിന് ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് തുടങ്ങിയവയാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസിന് ഉള്ള കാരണങ്ങൾ. ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴുത്ത് വേദന, കഴുത്തിന് ചുറ്റും പിടുത്തം, കഴുത്ത് വേദന ഷോൾഡറിലേക്കും കൈകളിലേക്കും വ്യാപിക്കുക, കൈകളിലേക്ക് തരിപ്പുണ്ടാവുക, തലവേദന, പ്രത്യേകിച്ച് പുറകുവശത്തായിരിക്കും വേദന കൂടുതൽ അനുഭവപ്പെടുക, തലകറക്കം, ക്ഷീണം, കുറച്ചുകൂടി പഴക്കം ചെന്ന രോഗാവസ്ഥയിൽ രോഗിക്ക് എണീറ്റ് നടക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, ബാലൻസ് നഷ്ടപ്പെടുക, അതുപോലെ മലമൂത്ര വിസർജനം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയും കണ്ടുവരുന്നു. സർവൈക്കൽ സ്പോണ്ടിലോസിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ദിവസവും 30 മിനിറ്റ് നിർബന്ധമായും വ്യായാമം ചെയ്യേണ്ടതായിട്ടുണ്ട്. കിടന്ന് TV കാണുന്നതും ഫോൺ കാണുന്ന ശീലം ഒഴിവാക്കേണ്ടതാണ്. 5 കിലോയിൽ കൂടുതലുള്ള ഭാരം എടുക്കുവാൻ പാടില്ല. കട്ടി കൂടിയതും തീരെ കട്ടി കുറഞ്ഞതുമായിട്ടുള്ള തലവണ ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക. വേർത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ തല കുളിക്കുന്ന ശീലവും ഒഴിവാക്കേണ്ടതാണ്. ആയുർവേദത്തിൽ ഇതിനെ വാത രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യം ഒരു രൂക്ഷ ചികിത്സയായിട്ടുള്ള ലേപനം, ധാര, രൂക്ഷ കിഴികൾ ചെയ്തതിന് ശേഷം എണ്ണയിട്ട് തടയി കിഴികൾ വച്ച് ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രീവ പിജു, ഗ്രീവ വസ്തി, നസ്യം തുടങ്ങിയ ചികിത്സകൾ ചെയ്യുന്നത് ഡിസ്കിലെ തേയ്മാനം കുറയ്ക്കുന്നതിനും വേദന തടയുന്നതിനും സഹായിക്കും.